ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 60ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 22 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം റാൻഡൽ കോലോ മുവാനിയാണ്. നിലവിൽ PSG വേണ്ടി കളിക്കുന്ന ഫ്രഞ്ച് താരമാണ് കോലോ മുവാനി. ഇദ്ദേഹം യുവൻറ്റസിലേക്ക് പോവുകയാണ്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ താരം അത് ടൊമിയാസു ആണ്. ആഴ്സണൽ താരമായിരുന്ന ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ഇനി ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയായിരിക്കും ടൊമിയാസു കളിക്കുക. 2 ഇറ്റാലിയൻ ക്ലബ്ബുകൾക്കും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ക്രിസ്റ്റൽ പാലസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി മൂന്നാമത്തെ താരം അത് ജോൺ സ്റ്റോൺസ് ആണ്. ഇംഗ്ലീഷ് പ്രതിരോധ നിര താരമായ ഇദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകഴിഞ്ഞു. ഇനി മുതൽ ഇന്റർ മിലാന് വേണ്ടിയാണ് ജോൺ സ്റ്റോൺസ് കളിക്കുക. നാളെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പൂർത്തിയാക്കി ഇന്റർ മിലാനുമായി ഒരു ഒഫീഷ്യൽ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും. ഇനി നാലാമത്തെ താരം അത് ബ്രാഡ്ലി ബാർക്കോള. പല ക്ലബ്ബുകളും ഈ ഫ്രഞ്ച് സൂപ്പർ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ലിവർപൂളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുവരെ PSG ഒരു അഗ്രിമെന്റിൽ എത്താൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു തുകയാണ് താരത്തിന് വേണ്ടി ഇപ്പോൾ PSG ആവശ്യപ്പെടുന്നത്. അതാണ് കാര്യങ്ങളെ സങ്കീർണമാക്കി നിലനിർത്തുന്നത്. ഇനി അഞ്ചാമത്തേത് റോബർട്ടോ മാൻസിനി. ഒടുവിൽ ഇറ്റാലിയൻ ദേശീയ ടീമിന് ഒരു മുഖ്യ പരിശീലകനായി കഴിഞ്ഞു. മാൻസിനിയാണ് ഇനി ഇറ്റലിയെ പരിശീലിപ്പിക്കുക. ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് ഇറ്റലിക്ക് ഒരു പുതിയ പരിശീലകനെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം ജൂനിയർ ക്രൂപ്പിയാണ്. ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായി ബാഴ്സലോണ ചർച്ചകൾ നടത്തി എന്ന റൂമറുകൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. എന്തെന്നാൽ ഈ താരത്തെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ബേൺമൗത്ത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി FC ബാഴ്സലോണയ്ക്ക് പിൻവാങ്ങേണ്ടി വരികയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് ലൂയിസ് ഡയസ് ആണ്. ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി അൽ ഹിലാൽ രംഗത്ത് വന്നിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചാലും ഇദ്ദേഹത്തെ കൈവിടില്ല എന്നുള്ള ഒരു നിലപാട് ബയേൺ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഡയസിനെ കൈവിടാൻ മാത്രം തങ്ങൾ വിഡ്ഢികളല്ല എന്നാണ് CEO ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എട്ടാമത്തെ താരം അത് ഒലീസയാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒലീസെ പോവില്ല എന്നുള്ള കാര്യം കൂടി ബയേണിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. താരത്തിന് 3 വർഷത്തെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ടെന്നും ഒലീസെ ഇവിടെ തന്നെ തുടരുമെന്നുമാണ് ബയേണിൻ്റെ CEO ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒൻപതാമത്തെ താരം അത് അബ്ദെ എസ്സൽ സൗലിയാണ്. മൊറോക്കൻ സൂപ്പർ താരമായ ഇദ്ദേഹം റയൽ ബെറ്റിസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിങ്ങറാണ്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. താരത്തിനും പ്രീമിയർ ലീഗിലേക്ക് വരാൻ താല്പര്യമുണ്ട്. 50 മില്യൺ യൂറോ നൽകിക്കൊണ്ട് എസ്സൽ സൗലിയെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി പത്താമത്തെ താരം അത് ലിയാം ഡിലാപ്പാണ്. ചെൽസി സ്ട്രൈക്കറായ ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. എവേർട്ടനാണ് താരത്തിന് വേണ്ടി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ലീഡ്സ്, ന്യൂകാസൽ യുണൈറ്റഡ്, ബ്രൈറ്റൺ, ഫുൾഹാം എന്നിവരൊക്കെ ഡിലാപ്പിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ വിൽക്കാൻ തന്നെയാണ് ചെൽസിയുടെ തീരുമാനം. ഇനി 11ാമത്തെ താരം ജോഷുവ സിർക്സി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി അയാക്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ റോമ, കോമോ, യുവൻറ്റസ് എന്നിവർക്ക് പുറമെ 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സിർക്സി എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഇനി 12ാമത്തെ താരം നിക്കോളോ ട്രെസോൾഡി. ക്ലബ്ബ് ബ്രൂഗയ്ക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ് നിക്കോളോ ട്രെസോൾഡി. ജർമ്മൻ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ എളുപ്പത്തിൽ ഇദ്ദേഹത്തെ വിട്ടു നൽകാൻ ക്ലബ്ബ് ബ്രൂഗെ ഇപ്പോൾ ഒരുക്കമല്ല. 50 മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ളതാണ് ക്ലബ്ബ് ബ്രൂഗയുടെ ഒരു നിലപാട്. ഇനി 13ാമത്തെ താരം അത് ജെറാർഡ് മാർട്ടിനാണ്. ബാഴ്സയുടെ പ്രതിരോധ നിര താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. AC മിലാൻ, ചെൽസി എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താരത്തെ നിലനിർത്താൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം. പക്ഷേ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കൈവിടാൻ സാധ്യതയുണ്ട്. 35 മില്യൺ യൂറോയുടെ ഒരു ഓഫർ താരത്തിന് വേണ്ടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ AC മിലാൻ ഉള്ളത്. ഇനി 14ാമത്തെ താരം അത് ഡെംബലയാണ്. ഈ ഫ്രഞ്ച് സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി
സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. PSG-യിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അധികം വൈകാതെ തന്നെ പുതിയ ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെക്കും. 15 റഫേൽ ലിയാവോ. ഈ പോർച്ചുഗീസ് സൂപ്പർ താരത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയുള്ളത്. താരവുമായി പേഴ്സണൽ എഗ്രിമെന്റിൽ അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 12 മില്യൺ യൂറോ സാലറി ആയിക്കൊണ്ട് ലിയാവോക്ക് ലഭിക്കും. AC മിലാനുമായി ഇപ്പോൾ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതേസമയം മറ്റൊരു തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരയും താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 16 ഗോൺസാലോ ഗാർഷ്യ. റയലിന്റെ സ്ട്രൈക്കറായ ഇദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പരിശീലകനായ മൊറീഞ്ഞോക്ക് താല്പര്യമുള്ള താരമാണ് ഗാർഷ്യ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ക്ലബിനകത്ത് നിലനിർത്താനാണ് മൊറീഞ്ഞോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 17 ഫെഡറിക്കോ കിയേസ. ഇദ്ദേഹം ലിവർപൂളിൽ തന്നെ തുടരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. പുതിയ പരിശീലകനായ ഇറയോളയുടെ കീഴിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു റോൾ തനിക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത്. താരം ഇറ്റലിയിലേക്ക് മടങ്ങും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ കിയേസ ലിവർപൂളിൽ തന്നെ തുടരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 18 ഇബ്രാഹിം എംബായെ. PSG-യുടെ യുവ സൂപ്പർ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആസ്റ്റൺ വില്ല ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കൂടുതൽ വലിയ ക്ലബിലേക്ക് പോകാനാണ് ഇപ്പോൾ താരം ആഗ്രഹിക്കുന്നത്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് ഇബ്രാഹിം എംബായെ. 19 സിയോൺ സുസുക്കി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ജാപ്പനീസ് ഗോൾ കീപ്പറാണ് സുസുക്കി. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ PSG-ക്ക് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. കൂടാതെ യുവന്റസും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയ്ക്ക് വേണ്ടിയാണ് സുസുക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. 20 റോഡ്രിയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ PSG ശ്രമിക്കും എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ PSG അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ റയൽ മാഡ്രിഡിലേക്ക് പോകാനാണ് റോഡ്രിക്ക് താല്പര്യം. 21 ഡാനി സബിയോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഫ്രീ ഏജന്റായ ഇദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അയാക്സ് താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പിൻവാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡാനി സബിയോസ് റയൽ ബെറ്റിസിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. 22 അയ്യൂബ് ബൊവാദി. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോഴും തുടരുകയാണ്. ലില്ലിയുമായും താരത്തിന്റെ ക്യാമ്പുമായും അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ സമ്മറിൽ തന്നെ താരത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ അടുത്ത സമ്മറിലായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ അയ്യൂബ് ബൊവാദിക്ക് വേണ്ടിയുള്ള റേസിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. റയൽ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അതിലൊന്നും പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. സിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ്, അഥവാ 22 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.